ഹലോ ആർമീസ്, നമ്മൾ വീക്ക് ഹെയ്റ്റ് കിട്ടുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. 2 days ആയിട്ട് വീക്ക് നല്ല രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ ട്വിറ്ററിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വീക്ക് നെഗറ്റീവ് ആർട്ടിക്കിൾസിലൂടെയും ഫേക്ക് റൂമേഴ്സിലൂടെയും ലഭിക്കുന്ന ഹെയ്റ്റിനെ കുറിച്ചാണ്. ഫസ്റ്റ്, ഹെയ്റ്റ് ഫ്രം അനദർ ഫാൻഡം. മറ്റ് ഫാൻഡംസ് ഇതിനെക്കുറിച്ച് എത്ര അവെയർ ആണെന്ന് എനിക്കറിയില്ല. അതിന് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ഇയർ വിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫ്രീസ് ആയത്. ഒരു പ്രമുഖ ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം. അതിലെ മോസ്റ്റ് പോപ്പുലർ മെമ്പറിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോവേഴ്സിനെ വി മറികടക്കുമോ എന്ന ഭയം കൊണ്ട് ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കി വിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് ഫ്രീസ് ആക്കുകയായിരുന്നു. കാരണം വിയുടെ അക്കൗണ്ട് ഓൾമോസ്റ്റ് പുതിയതായിട്ടും 66 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അതിന് ബലമായാണ് വിയുടെ അക്കൗണ്ട് ഇവർ ഫ്രീസ് ആക്കാൻ നോക്കിയത്. ഇതൊക്കെ എന്താണല്ലേ? ഇപ്പൊ നോക്കുവാണെങ്കിൽ ബാക്കി മെമ്പേഴ്സിന്റെ അക്കൗണ്ടും ഹേറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഹെയ്റ്റ് ഫ്രം OT6 സ്റ്റാൻസ്. നംചുൻ ഗ്രാമിയുടെ സമയത്ത് ഒരു BTS ഗ്രൂപ്പ് ഫോട്ടോ വ്യൂവേഴ്സിൽ ഇട്ടിരുന്നു. അതിൽ വി ഇല്ലായിരുന്നു. വി ഇതിന് വേറെ അമ്മായി ഞാൻ എന്തിയെ എന്ന് കമന്റ് ഇട്ടു. OT6 ഫാൻസ് വിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അറ്റൻഷൻ സീക്കർ വന്നിരിക്കുന്നു, അറ്റൻഷന് വേണ്ടിയാണ് വി ഇതൊക്കെ കാണിക്കുന്നത് എന്നാണ് ഹേറ്റേഴ്സ് പറഞ്ഞത്. ശേഷം വി ഇതിന് കമന്റ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അതിന് കാരണം ഈ ഹേറ്റേഴ്സിന്റെ ബാഡ് കമന്റ്സ് ആകാം. നെക്സ്റ്റ്, OT6 fans attacking a photographer Hong Chang-hyun for making advertisement with V. ഹ്യൂജ് സക്സസ്ഫുൾ ഡയറക്ടറായ ഹോങ് വിയുടെ ഈ അഡ്വർടൈസ്മെന്റ് ഹേറ്റേഴ്സ് കാരണം ഡിലീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഹേറ്റേഴ്സ് ഹറാസ് ചെയ്തതായിരുന്നു ഇതിന് കാരണം. അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിക്ക് ഹെയ്റ്റ് കിട്ടിയത് ഫോർ യൂസിംഗ് ജൂൾ ആൻഡ് ഇലക്ട്രിക് സിഗരറ്റ്. മോസ്റ്റ് ഓഫ് ദ BTS മെമ്പേഴ്സും സിഗരറ്റ് യൂസ് ചെയ്യുന്നുള്ള ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വിക്ക് ഇതിന് ഒരുപാട് ഹെയ്റ്റ് കിട്ടിയിരുന്നു. യെസ്, ഇറ്റ്സ് അൺഹെൽത്തി ബട്ട് ഇറ്റ്സ് ഹിസ് ചോയ്സ്. അവരൊരു ഹ്യൂമൻസ് ആണല്ലോ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതിന് ഒരുപാട് സൈബർ ബുള്ളിംഗ് വി ഏറ്റുവാങ്ങിയിരുന്നു. 2022 അവസാനം 23 ആയപ്പോൾ ഇതിനൊരു മറുപടി എന്നോളം ബാക്കി മെമ്പേഴ്സും കം ഔട്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഹെയ്റ്റ് ടുവാർഡ്സ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. മെയിൻലി വിയുടെ ഗ്രാൻഡ് മദറിനെ പറ്റി വളരെ മോശം മീംസും അതുപോലെ തന്നെ പോസ്റ്റുമാണ് ഹേറ്റേഴ്സും ആന്റീസും ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ ട്വിറ്ററിൽ കണ്ടിരുന്നു. വളരെ വെറീഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് എല്ലാം. നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നുവെങ്കിൽ വീക്ക് ഇതൊക്കെ കണ്ടാൽ എങ്ങനെയായിരിക്കും? നെക്സ്റ്റ്, അൺകൺഫേംഡ് ആർട്ടിക്കിൾസ് ആൻഡ് റൂമേഴ്സ്. 2 days മുമ്പ് ഓൾ കേപോപ്പ് ഒരു ആർട്ടിക്കിൾ ഇറക്കിയിരുന്നു. 2 year മുമ്പ് നടന്ന ഒരു സ്കാൻഡലിനെ കുറിച്ചാണ് ഇത്. ആക്ച്വലി അതൊരു ബ്ലറി വീഡിയോ ആണ്, കൺഫേംഡും അല്ല. സോ ഈ വീഡിയോ എടുത്ത ആൾ ഒരു പാപ്പരാസി ഫോട്ടോഗ്രാഫർ ആണ്. DSLR HD വീഡിയോസ് മാത്രം എടുക്കുന്ന ഇയാൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് പറയുന്നതും 2 days മുമ്പ് കൊടുത്ത വീഡിയോയിൽ പറയുന്നതും 2 കാര്യങ്ങളാണ്. ഇയാൾ ഒന്നിൽ ഉറച്ചു നിൽക്കാതെ പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ പറയുന്നതല്ല, അയാൾ നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇയാൾ പറയുന്നത് കഴിഞ്ഞ ഇയർ ഈ വീഡിയോ എടുത്തപ്പോൾ ഇത് ഫേമസ് ആൾക്കാരാണെന്ന് അറിയാതെയാണ് വീഡിയോ എടുത്തത് എന്നാണ്. അത് മാത്രമല്ല, ഈ ബ്ലറി വീഡിയോയുടെ കാരണം എന്റെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഇയാൾ പുതിയ ഇന്റർവ്യൂവിൽ പറയുന്നത് 20 hours ഈ വീഡിയോ എടുക്കാൻ അയാൾ വെയിറ്റ് ചെയ്തു എന്നാണ്. ഇയാൾ ഒരു പ്രൊഫഷണൽ പാപ്പരാസി ഫോട്ടോഗ്രാഫർ ആണ്. ഇങ്ങനെയുള്ള ആൾ 20 hour വെയിറ്റ് ചെയ്തപ്പോൾ ആൾക്ക് ബ്ലറി പിക്ക് എടുക്കുന്നതാണോ അതോ DSLR ക്യാമറയിൽ എടുക്കുന്നതാണോ മെച്ചം? ഇയാളാണെങ്കിൽ തരം അനുസരിച്ച് പല സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലാകട്ടെ ഇയാൾ ഇതിനെക്കുറിച്ച് 1 year മുമ്പ് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ഇട്ടിരുന്നു. ബട്ട് വി ഒരു ഫേക്ക് റൂമേഴ്സ് ഇറക്കുന്ന യൂട്യൂബറിനെതിരെ കേസ് കൊടുത്തതോടെ ഇയാൾ ഇതെല്ലാം നൈസായിട്ട് ഡിലീറ്റ് ചെയ്തു. സ്കാൻഡൽ നടന്ന് ഓൾമോസ്റ്റ് 1 yearന് ശേഷമാണ് ഈ ഇന്റർവ്യൂമായി ഇയാൾ വന്നിരിക്കുന്നത്. ഇതൊരു മീഡിയ പ്ലേ ആൻഡ് അറ്റൻഷൻ സീക്കിംഗ് ആകാം. ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. വി കഴിഞ്ഞിടെയാണ് ഒരു ഫേക്ക് റൂമർ പരത്തുന്ന യൂട്യൂബറിനെതിരെ കേസ് കൊടുത്തത്. ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് എന്തായാലും ഭാവിയിൽ അറിയാമല്ലോ. എന്തൊക്കെയായാലും ഇത് വിയുടെ പ്രൈവസിയും ലൈഫുമാണ്. സോ ഇറ്റ്സ് ഹിസ് ചോയ്സ് ഓൾവേസ്. പിന്നെയും വേറെ ഒരുപാട് ഡേറ്റിംഗ് റൂമേഴ്സും ആർട്ടിക്കിൾസും വിക്കുണ്ട്. വിക്ക് മാത്രമല്ല, മോസ്റ്റ്ലി മാഗ്നി ലൈൻസിന് മുഴുവനുണ്ട്. ഇതുപോലെ 2-3 വർഷങ്ങളോളം ഫേക്ക് റൂമേഴ്സ് ഇറക്കിക്കൊണ്ടിരുന്ന സൊജാങ് എന്ന് പറയുന്ന യൂട്യൂബറിനെതിരെയാണ് വി കേസ് കൊടുത്തത്. ഒരുപക്ഷെ ഭാവിയിൽ ഇതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് സാധിക്കുമായിരിക്കും. നെക്സ്റ്റ് വൺ, അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്സ്. വിക്ക് ഔട്ട്സൈഡിൽ BTSൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിന് വളരെ ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ, ഹിസ് വൂഗ സ്ക്വാഡ്. വീനെ വൂഗ സ്ക്വാഡിന്റെ കൂടെ പലതവണ കണ്ടിട്ടുണ്ട്. വൂഗ സ്ക്വാഡിന്റെ ഇൻഡിസ് ഓഫ് ഫ്രണ്ട്കേഷൻ പ്രോഗ്രാമിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നതിന് ഹെയ്റ്റ് കിട്ടിയിരുന്നു. ഇതിൽ പാക് സിയോജിൻ, വൂഷിക്, പീക്ക് ബോയ്, പാർക്ക് ഹ്യൂൻസിക് ആയിരുന്നു വിയുടെ കൂടെ ഉണ്ടായിരുന്നത്. വിക്ക് ഇതിന് ഹെയ്റ്റ് കിട്ടാനുള്ള കാരണം BTSന്റെ കൂടെ അല്ലാതെ ഇവരുടെ കൂടെ ഇൻഡിസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്തിനാണ്? അതായിരുന്നു ഹേറ്റേഴ്സിന്റെ പ്രശ്നം. നെക്സ്റ്റ് വൺ, ഹൗ ഹൈബ് ട്രീറ്റിംഗ് വി. ആക്ച്വലി ഒരു ആർമി നമ്മുടെ തന്നെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൈബ് വീനെ അമ്മായിയമ്മ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. അത് ഓൾമോസ്റ്റ് ട്രൂ ആണ്. വേണ്ടത്ര പ്രൊമോഷൻസ് വിയുടെ സോളോ പ്രൊജക്ടിന് കൊടുക്കാറില്ല. ബാക്കിയുള്ള പ്രൊമോഷൻസും മീഡിയ എക്സ്പ്രഷൻസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈബ് വിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വളരെ കുറവാണ് എന്ന് മോസ്റ്റ് ആർമീസും ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയ്ക്കൊന്നും പ്രൊമോഷൻസ് ഹൈബ് വിക്ക് കൊടുക്കുന്നില്ല എങ്കിലും തന്റെ കഴിവനുസരിച്ച് വിക്ക് അച്ചീവ്മെന്റ്സ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ട്രൂ ആർമീസിന്റെ സപ്പോർട്ടും.
ലാസ്റ്റ്ലി പറയുവാണെങ്കിൽ മോസ്റ്റ് മെമ്പേഴ്സിന് പല രീതിയിൽ ഹേറ്റ് കിട്ടാറുണ്ട്. വീക്ക് ഈ രീതിയിലൊക്കെയാണ് സാധാരണ ഹേറ്റ് കിട്ടാറുള്ളത്. ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോയിൽ വീക്ക് എങ്ങനെയൊക്കെയാണ് ഹേറ്റ് കിട്ടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് നമുക്ക് നെക്സ്റ്റ് മെമ്പറിന്റെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ആർമീസ്.